പാർലമെന്റല്ല ഭരണഘടനയാണ് അന്തിമമെന്ന സുപ്രീം കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പർശം പള്ളുരുത്തിയുടെ നേതൃത്വത്തിൽ ഭരണഘടന ജനാധിപത്യവും ഡോക്ടർ ബി.ആർ. അംബേദ്കറും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം സംഘടിപ്പിച്ചു. സ്പർശം മുൻ സെക്രട്ടറി എ കബീറിന്റെ അധ്യക്ഷതയിൽ പ്രമുഖ അംബേദ്കർ റൈറ്റർ കെ അംബുജാക്ഷൻ പ്രഭാഷണം നടത്തി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ മതേതരത്വം, സോഷ്യലിസം എന്ന വാക്കുകൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിന്മേൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് പാർലമെന്റിന് മുകളിലാണ് ഭരണഘടന എന്ന് സുപ്രീംകോടതി പരാമർശിച്ച സാഹചര്യത്തിൽ സ്പർശം പള്ളുരുത്തിയുടെ നേതൃത്വത്തിൽ ഭരണഘടന ജനാധിപത്യവും ഡോക്ടർ ബി.ആർ. അംബേദ്കറും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം സംഘടിപ്പിച്ചു. പള്ളുരുത്തി കച്ചേരിപ്പടി മർച്ചന്റ്സ് അസോസിയേഷൻ ഹാളിൽ പ്രമുഖ അംബേദ്കർ റൈറ്റർ കെ അംബുജാക്ഷൻ പ്രഭാഷണം നടത്തി. പാർലമെന്റോ ഈ എക്സിക്യൂട്ടീവോ ഇതൊന്നുമല്ല സുപ്രീം. ഇറ്റ് ഈസ് ഓൺലി ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് ഈസ് സുപ്രീം. ഇന്ത്യയുടെ ഭരണഘടന തന്നെയാണ് അന്തിമം. നമ്മുടെ ഭരണഘടന കേവലം രാഷ്ട്രം എങ്ങനെ ഭരണം നടത്തണമെന്ന് ഭരണാധികാരികളോട് നിഷ്കർഷിക്കുന്ന ഒരു ടെക്സ്റ്റ് അല്ല. ജനങ്ങളുടെ മൗലികമായ അവകാശങ്ങളെ അവർക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് വാഗ്ദാനം ചെയ്യുന്ന കേവലമായ ഒരു അവകാശ രേഖയുമല്ല. സ്പർശം മുൻ സെക്രട്ടറി എ കബീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ സെക്രട്ടറി സിറാജുദ്ദീൻ ഭരണഘടന ആമുഖ പ്രതിജ്ഞ നടത്തി. വി.എൻ. അംബരീഷൻ മാസ്റ്റർ, രാജീവ് പള്ളുരുത്തി, സ്പർശം സെക്രട്ടറി എം.ബി. അഷ്റഫ്, ജോയിന്റ് സെക്രട്ടറി പി.എച്ച്. ഫാലിക് എന്നിവർ സംസാരിച്ചു. ഈ രണ്ട് ജനാധിപത്യവും കിട്ടുകയെന്ന് മാത്രമേ ഈ രാജ്യത്ത് ഒരു സ്വതന്ത്രമായ ജനാധിപത്യ റിപ്പബ്ലിക് ഉണ്ടാവൂ. ഇന്ന് റിപ്പബ്ലിക് ന്യൂസ് ബ്യൂറോ, കൊച്ചി. പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഒപ്റ്റിക്കൽ ഷോറൂം. വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ 5000-ൽ പരം മോഡലുകൾ, റേ-ബാൻ, കൊഡാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ. മംഗലത്ത് ഒപ്റ്റിക്കൽ ഹൗസ്. ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ, അനുഭവം അതാണ് സത്യം.